കാവ്യസല്ലാപമൊരുക്കി പേരാമ്പ്ര അക്കാദമി ഓഫ് ആർട്സ്. അക്കാദമി ഓഫ് ആർട്സിന്റെ 20-ാം വാർഷികാഘോഷം ബഹാർ 2024 ഭാഗമായാണ് ചേർത്തുവെക്കലിന്റെ മലയാളി മനസ്സ് എന്ന വിഷയത്തിൽ കാവ്യസല്ലാപം ഒരുക്കിയത്. പ്രശസ്ത ഗാനരചയിതാവും ഉറൂബ് അവാർഡ് ജേതാവുമായ രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു. അനുഭവങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള പരിശ്രമമാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ എന്ത് സംസാരിക്കണമെന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും ധാരാളം ആളുകൾ കവിത ചൊല്ലാനുണ്ട്. കവിത കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ നമ്മുടെ മനസ്സിലേക്ക് നടന്നു കയറുന്ന ഒരു ഭാഷാ വ്യവഹാരമാണ്. അതുകൊണ്ട് അതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഞാനങ്ങനെ സജീവമായി കവിത എഴുതുന്ന ഒരാളല്ല. ആണെങ്കിൽ കവിത എഴുതിയിട്ടേയില്ല എന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയില്ല. പക്ഷെ കവിതയോട് അത് വായിക്കാനും പുതിയ കവിതകളെ കണ്ടാലും പഴയ കവിതകളെ കണ്ടാലും വായിച്ചു പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. വളരെ ചെറിയ ഒരു ഭൂപ്രദേശം കേരളവുമായി തട്ടിച്ചു നോക്കുമ്പോൾ, ഇന്ത്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ, ലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഭൂപ്രദേശത്തുണ്ടായ ഒരു ദുരന്തം, അതിലെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏതൊക്കെ തരത്തിൽ അത് വയനാട്ടിലെ കുറച്ച് കുടുംബങ്ങളെ മാത്രമല്ല ബാധിച്ചത്, കുറച്ച് വീടുകളെ മാത്രമല്ല ബാധിച്ചത്, ഒരു സംസ്ഥാനത്തിന് അത് വലിയ തോതിലുള്ള പലതരം പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വയനാട്ടിലുള്ള ആളുകൾ അനുഭവിക്കുന്ന മാനസികമായ വിഷാദം പോലെ തന്നെ കേരളം മുഴുവൻ അത് അനുഭവിക്കുന്നുണ്ട്. ഈ വാർത്ത കണ്ടുവരുന്ന ആളുകൾ കുറേ ദിവസത്തേക്ക് നിശ്ചലരും നിസ്സഹായരുമൊക്കെ ആയി പോയി. VS രമണൻ അധ്യക്ഷത വഹിച്ചു. അക്കാദമി ഡയറക്ടർ രാജൻ കുട്ടമ്പത്ത്, സംഘാടക സമിതി ചെയർമാൻ AK മുരളീധരൻ, CK സതീശൻ, ഇബ്രാഹിം ചേനോളി എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ VM അഷ്റഫ് സ്വാഗതവും ചെയർമാൻ VN മുരളീധരൻ നന്ദിയും പറഞ്ഞു. സാഹിത്യകാരന്മാരായ അഷറഫ് കല്ലോട്, വിണ്ണും വനവും മാനവും ചേർന്നു നിൽക്കുമ്പോൾ ചേർന്നു നിൽക്കും മണ്ണും വിണ്ണും വനവും മാനവും. വിവേചനം തീർക്കാൻ വാക്കുകൾ ചൊരിയുമ്പോഴും കരിച്ചു കളയും ആ വെളിച്ചത്തിന്റെ ചൂട്. വിവേചനം തീർക്കാൻ വാക്കുകൾ ചൊരിയുമ്പോഴും കരിച്ചു കളയും ആ വെളിച്ചത്തിന്റെ ചൂട്. മോഹനൻ ചേനോളി, അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. ഇനി എനിക്ക് അത്താഴ പട്ടിണി കിടക്കാം, ഇനി എനിക്ക് അത്താഴ പട്ടിണി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങി പാറും വരെ തല തുവർത്തണ്ട, ഇനി എനിക്ക് ഉണങ്ങി പാറും വരെ തല തുവർത്തണ്ട, ആരും ഇടവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം. അടുത്ത വഴി വളരെ മനോഹരാണ്. പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല, പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. വേണുഗോപാൽ പേരാമ്പ്ര, കണ്ണീർ കവിതയാവുന്നു. ഇരുളിൽ പൊട്ടിച്ചിതറിയ ജന്മങ്ങളുടെ കഠോരമായ നിസ്സഹായതയിൽ ഒരു തോട്ടപ്പുഴു ഇഴയുന്നുണ്ടായിരുന്നു. നിസ്വന്റെ നീർമിഴിയിൽ നിരാലംബമായ ശൂന്യത നടമാടിയിരുന്നു. വിഹ്വലതയുടെ വെള്ളച്ചാട്ടത്തിൽ വിറങ്ങലിച്ച നഭസിൽ പകലിരവുകൾ രാമകൃഷ്ണൻ സരയൂർ, വാർത്തയുമായി മീഡിയ കൺമുന്നിലെത്തിയിടുന്നു. T. റജി, ചിത്രകാരൻ വരച്ചുവെച്ച ചിത്രങ്ങൾ ഓരോന്നായി അടുക്കി വെക്കും പോലെ
പകലിനെ രാത്രിയെ അടുക്കി വെക്കാൻ തുടങ്ങി അദൃശ്യനായ ചിത്രകാരൻ. വരച്ചു വെച്ച ചിത്രങ്ങൾ ഓരോന്നായി അടുക്കി വെക്കും പോലെ പകലിനെ രാത്രിയെ അടുക്കി വെക്കാൻ തുടങ്ങി അദൃശ്യനായ ചിത്രകാരൻ. ഓരോ ചിത്രവും എടുത്ത് അതിലൊരു വര നിറം പുതുതായി ചേർത്തുകൊണ്ടിരുന്നു. ഓരോ ചിത്രവും എടുത്ത് അതിലൊരു വര നിറം പുതുതായി ചേർത്തുകൊണ്ടിരുന്നു. മഴയുടെ നിറം കൊണ്ട് പൂമ്പാറ്റയെ വരയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കുന്നിൻ ചായം ഇളകിയൊലിച്ചു. VB രഞ്ജിത്ത്. ഒരു ഭൂമി ദേവിയെ ചാരത്തു ചേർത്തു നിർത്താനാകുമോ? വിഷമയമാർന്നു നിൽക്കുന്ന വിണ്ണിനെ, വീരതപമാർന്ന കലിപൂണ്ട സൂര്യനെ കലിവോടെ കൺകുളിർക്കെ കാണുവാനാകുമോ? SR പ്രണവ്. വാടിയ ആ ശരീരത്തെ പുണർന്നുകൊണ്ട് ഞാൻ അവനെ പൂർണ്ണമായി ചേർത്തു വെച്ചു. ആ നിമിഷം എന്നിലെ മലയാളി മനസ്സിന്റെ ജീവൻ ആർജിച്ചു. രാകേഷ് തിരുവോത്ത് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. പൂക്കൾ വിതറും പോലെ അവർ സുഗന്ധം പരത്തും. നിറയെ പൂത്തുലഞ്ഞ് ഇളക്കാറ്റിൽ പൂക്കൾ വിതറും പോലെ അവർ സുഗന്ധം പരത്തും. ദാഹജലത്തിനായി കാത്തുനിന്ന് ഒടുവിൽ കുറ്റി വീഴുന്ന ഓരോ കണികയും അലിച്ചിറക്കും പോലെ. ശ്രുതി ഷിബു, ട്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര. ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ. മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയ്റ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി, അത്യപൂർവമായ 20 ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ്, ഒപ്പം മനസ്സിനിണങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം. വരൂ, ഓഗസ്റ്റ് 21 മുതൽ 27 വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു.